ഉപയോഗിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള നമ്മുടെ അവസ്ഥ എന്താണോ അതിനെ 10 മടങ്ങ് അല്ലെങ്കിൽ അതിൽ കൂടുതലായി വർദ്ധിപ്പിക്കുക. സ്നേഹത്തോടെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ സ്നേഹം 10 മടങ്ങ് വർദ്ധിക്കും. എന്ത് അവസ്ഥയിലാണോ നാം ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ചുറ്റുപാടിനെയും എല്ലാം ആസ്പദമാക്കിക്കൊണ്ട് അത് അത്രമേൽ ശക്തമായി മാറും. അടുത്തുള്ളവരോടെല്ലാം അമിതമായ സ്നേഹം, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ. എന്നാൽ ഈ ഉണ്ടാകുന്ന ഗുഡ് ഫീലിങ്ങുകളെല്ലാം, ഈ ഉണ്ടാകുന്ന അമിതമായ സ്നേഹവും ഓവർ സെൻറ്റിമെൻറ്റ്സും എല്ലാം താൽക്കാലികമായി നാം കടമെടുത്തതാണ്. സത്യത്തിൽ എന്താണ് MDMA എന്നത് വളരെ വ്യക്തമായി ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. എന്തെന്നാൽ ഇത് ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വീഡിയോ അല്ല. നമുക്കറിയാം, ഒരു വസ്തുവിനെക്കുറിച്ചുള്ള ആകാംക്ഷയാണ് നമ്മെ അതിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ നമുക്കതിനെക്കുറിച്ച് ശരിയായ അറിവുണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് അതിൽ നിന്ന് അകന്നു നിൽക്കാനും സാധിക്കുന്നതാണ്. അറിവില്ലായ്മയാണ് നമ്മെ ഒന്നിലേക്ക് വലിച്ചടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവ് പകർന്നു തരികയാണ്. ഇതിനായി നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ, ഇത് എങ്ങനെയൊക്കെ ശരീരത്തിൽ പ്രതികരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രതിഫലനങ്ങൾ, ഇതിനെ ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള സുഹൃത്തുക്കളിൽ നിന്നും തേടിയിട്ടുള്ള ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവുകൾ, ഇതിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടാക്കി തരാനുള്ളതാണ്. ആ കാരണമായിട്ട് നിങ്ങൾ ഇതിലേക്ക് പ്രവേശിക്കരുത്. ഇതിൽ നമ്മൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള അപകടങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അളവ്, രീതികൾ മുതലായവയൊന്നും ഇതിൽ പറയുകയില്ല. പക്ഷേ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇതിനുള്ള ഗുഡ് ട്രിപ്പ്, ബാഡ് ട്രിപ്പ്, ദോഷങ്ങൾ, മാനസിക ശാരീരിക പ്രതിഫലനങ്ങൾ, ഹാം റിഡക്ഷൻ, അറിവ് എല്ലാം തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. MDMA ഒരു സിന്തറ്റിക് സൈക്കോ ആക്റ്റീവ് ഡ്രഗാണ്. ഇത് പ്രധാനമായും മനസ്സിലെ സെറോട്ടോണിൻ, ഡോപ്പമിൻ, അഡ്രിനാലിൻ എന്നിവയെ ബാധിക്കുന്നുണ്ട്. അതിനാലാണ് അതിയായ സന്തോഷവും ആളുകളോടുള്ള അടുപ്പവും വികാരങ്ങളുടെ തുറന്ന ഒരു ഒഴുക്ക് ഇതിലുണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. MDMA ഉപയോഗിക്കുമ്പോൾ സാധാരണ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ അതിയായ സന്തോഷം ഉണ്ടാകുന്നുണ്ട്, അതിയായ സമാധാനം ഉണ്ടാകുന്നുണ്ട്, എല്ലാവരോടും സ്നേഹം തോന്നുക, പഴയ വേദനകൾ പോലും ഓക്കെ ആയി എന്നൊരു ഫീലിംഗ് തോന്നുക, സംഗീതം, നിറങ്ങൾ, സ്പർശം എല്ലാം ശക്തമായ പോലെ തോന്നുക. അത് നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളെയും വളരെ ശക്തമായ രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക. ശരീരത്തിൽ പ്രകടമാകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ ഹൃദയമിടിപ്പ്, ചൂട് കൂടുതലായിട്ട് തോന്നും, വായ കൂടെ വരണ്ടു പോകുമ്പോഴൊക്കെ തോന്നും, ഉറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൾ. ഇതാണ് പലർക്കും പറയുന്ന ഒരു ഗുഡ് ട്രിപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന അവസ്ഥകൾ. ഗുഡ് ട്രിപ്പ് എന്നത് മനസ്സും ശരീരവും സുരക്ഷിതമായി തോന്നുന്നു എന്നുള്ളൊരവസ്ഥയാണ്. നാം ഓക്കെയാണ്, നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഹാപ്പിയാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥ. എല്ലാം സുഖകരമാണ് എന്നുള്ള ഫീൽ, ജീവിതം മനസ്സിലായ പോലെ തോന്നും. പഴയ പ്രശ്നങ്ങൾ പോലും, നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ പോലും വളരെ ലഘുവായതായി നമുക്ക് തോന്നും. ആത്മീയമായ ബോധങ്ങൾ വന്നെന്ന് തോന്നലുണ്ടാവുക. പക്ഷേ ഇതെല്ലാം താൽക്കാലികം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ ഇതിൻ്റെ ബാഡ് ട്രിപ്പുകളും ഉണ്ടാവാറുണ്ട്. ഈ ബാഡ് ട്രിപ്പ് എന്താണ് എന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. മനസ്സിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള പേടി ഉണ്ടാവുക, ഞാൻ മരിക്കുമോ എന്ന തോന്നലുണ്ടാവുക, ഹൃദയം പൊട്ടിപ്പോകുന്ന പോലെയുള്ള ഫീൽ ഉണ്ടാവുക, നിയന്ത്രണം നഷ്ടപ്പെടുന്ന പോലെ നമുക്ക് തോന്നും. അതുപോലെ തന്നെ പഴയ പ്രശ്നങ്ങളെല്ലാം വളരെ ശക്തമായി നമ്മളിലേക്ക് തിരിച്ചു വരുമ്പോൾ തോന്നും. നമ്മുടെ ചുറ്റും നിൽക്കുന്നവരെല്ലാം നമ്മളെ ആക്രമിക്കാൻ വരുമ്പോൾ തോന്നും. നാം കണ്ടു കൊട്ടാരക്കരയിൽ സംഭവിച്ച ഒരു സംഭവം. ഒരു യുവ ഡോക്ടറെ ഒരു MDMA ഉപയോഗിച്ചുകൊണ്ട് ബാഡ് ട്രിപ്പ് ആയ ഒരു വ്യക്തി വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ കാഴ്ച നമ്മൾ കണ്ടു. അതായത് നമുക്ക് നമ്മുടെ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇത് ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ശക്തമായ നെഞ്ചുവേദനയുള്ള പോലെ തോന്നൽ, തലചുറ്റൽ, വിയർപ്പ്, ശ്വാസം മുട്ടുന്ന പോലുള്ള ഒരു തോന്നലൊക്കെ ഉണ്ടാവുക. പലരും പറഞ്ഞത് ഡ്രഗ് ഇല്ലെങ്കിലും എനിക്കിങ്ങനെ തോന്നുന്നുണ്ട് എന്ന് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥമായ കാരണം MDMA ബ്രെയിനിലെ രാസതന്ത്രങ്ങളെയെല്ലാം കുലുക്കുന്നു എന്നുള്ളതാണ്. MDMAയുടെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ MDMA ഉപയോഗിച്ച ശേഷം സെറോട്ടോണിൻ തീരെ കുറഞ്ഞു പോകും. 2 മുതൽ 7 ദിവസം വരെ ഡിപ്രഷൻ ഉണ്ടാവാനും, ഒരു ശൂന്യത ഉണ്ടാവാനും, നമുക്ക് കരച്ചിൽ, ആത്മവിശ്വാസത്തിൻ്റെ നഷ്ടം, എന്തൊക്കെയോ നഷ്ടബോധങ്ങൾ, എന്തൊക്കെയോ നഷ്ടപ്പെട്ട പോലുള്ള തോന്നലുകൾ എല്ലാം നമുക്ക് തോന്നുന്നുണ്ട്. എത്രത്തോളം നമ്മൾ ഹാപ്പി ആയിരുന്നുവോ അത്രത്തോളം നമുക്ക് ദുഃഖവും ഉണ്ടാവാറുണ്ട്. അതായത് ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കം തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ള കാര്യത്തെ നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഈ ലോകത്തിൽ ഒരു മനുഷ്യന് വിധിക്കപ്പെട്ട ദുഃഖങ്ങൾക്കും ഒരു മനുഷ്യന് വിധിക്കപ്പെട്ട സുഖങ്ങൾക്കും കൃത്യമായ ഒരളവുണ്ട്. അതിനേക്കാളേറെ നമ്മൾ കൃത്രിമമായിട്ട് ഒരു ആനന്ദം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദോഷഫലങ്ങൾ നാം അനുഭവിക്കുക തന്നെ വേണ്ടി വരും. ഇനി ഇതിൻ്റെ ദീർഘകാലമായിട്ടുള്ള ദോഷങ്ങൾ ഒരുപാടുണ്ട്. ഓർമ്മക്കുറവുണ്ടാവാം, ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടാവാം, പാനിക് അറ്റാക്ക്, ഉറക്ക പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അപകടങ്ങളൊക്കെ. അതുപോലെ തന്നെ ചിലർക്ക് സ്ഥിരമായ മെൻ്റൽ ഇൻബാലൻസിങ് ഉണ്ടാകും. കാരണം ഒരുപാട് ദുഃഖങ്ങളിലൂടെയും മറ്റുമൊക്കെ കടന്നു വന്ന നമ്മളുടെ മുൻകഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെല്ലാം നമ്മളെ വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നം ഉള്ളവരെല്ലാം, അതുപോലെ ഉറക്കക്കുറവുള്ളവരും
മദ്യവും മറ്റ് ലഹരിയൊക്കെ കൂടെ ചേർന്ന് ഉപയോഗിക്കുന്നവരുമൊക്കെ വളരെ വലിയ അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നാം സേഫ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അപകടമാണ്. അതായത് MDMAയിൽ 100% സേഫ് ഒന്നുമില്ല. ശരീരത്തിൻ്റെ പ്രതികരണം മാറും. ഒരിക്കൽ ഗുഡ് ട്രിപ്പ് ഉണ്ടായാൽ അടുത്ത ബാഡ് ട്രിപ്പാണ്. ശരീരം സഹിച്ചാലും ബ്രെയിൻ ഇത് സഹിക്കണമെന്നില്ല. ഇത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല, അപകടം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മനസ്സ് ആൾറെഡി ഹെവി ആണെങ്കിൽ അപകടം വളരെ കൂടുതലായിരിക്കും. ഉറക്കക്കുറവ്, ബാഡ് ട്രിപ്പ് ചാൻസ്, മിക്സ് ചെയ്യുന്നത് കൊണ്ടുള്ള അപകടം. എനിക്കൊന്നും ആവത്തില്ല, ഞാൻ എന്തൊക്കെ ഉപയോഗിച്ചാലും എനിക്കൊന്നും തോന്നില്ല എന്ന ഒരു ചിന്ത ഉള്ള പല കൂട്ടുകാരും പല സുഹൃത്തുക്കളും ഇതിലേക്കൊക്കെ ചെന്നപ്പെടാറുണ്ട്. ഏറ്റവും വലിയ അപകടകരം അവർക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ഓവർ കോൺഫിഡൻസ് ഏറ്റവും വലിയ അപകടകരം തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള ഡ്രഗ്സുകൾ ഒരു നിശ്ചിത അളവിന് മേൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അവരുടെ മരണത്തിൽ തന്നെ കലാശിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. MDMA തരുന്ന സന്തോഷം കടമെടുത്ത സന്തോഷം പോലെയാണ്. ഇന്ന് ചിരി നാളത്തെ ശൂന്യതയിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കും. ജീവിതത്തിൽ സ്വാഭാവികമായി കിട്ടുന്ന സമാധാനം, പ്രാർത്ഥന, ധ്യാനം, സ്നേഹം, കുടുംബം ഇവയേക്കാൾ ശക്തമായ ട്രിപ്പ് യാതൊന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. MDMA നിമിഷങ്ങൾ മാറ്റിമറിക്കാം, പക്ഷേ മനസ്സിൻ്റെ അടിസ്ഥാനം മാറ്റില്ല. സ്വയം അറിയുക എന്താണ് ഏറ്റവും വലിയ ലഹരിയെന്ന്. പലരും ഇതിലേക്ക് ചെന്ന് വീഴുന്നത് അവർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ കൊണ്ടാണ്. ഇതുപയോഗിച്ചാലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് അത് നേരിട്ട് അറിയാൻ വേണ്ടിയുള്ള ആകാംക്ഷ കൊണ്ടാണ്. എന്നാൽ ഇതിനെക്കുറിച്ച് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ നിന്ന് അകലം പാലിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതായത് MDMA എന്ന മാരക വിഷം തുടക്കത്തിൽ വിഷമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുകയും ശേഷം ഈ മാരക വിഷം മാരകമായ ആവശ്യമായി മാറുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങളെ ഇത് കൊണ്ടെത്തിക്കും. MDMA മാരക ആവശ്യമല്ല, മാരക വിഷമാണ്. അതിനെ ഇപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ അന്വേഷിക്കേണ്ടതാണ്. നമ്മുടെ വീഡിയോ ഇന്ന് ഇത്ര മാത്രം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും അനുഭവവും എല്ലാം ഇതിലെ കമൻറ്റായി രേഖപ്പെടുത്തുക. അതിലൂടെ നാം പുതിയൊരു വീഡിയോയ്ക്ക് അത് കാരണമായി മാറുന്നതായിരിക്കും. നന്ദി.